ജോക്കുട്ട, നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കണ? ഞാനാടാ നിന്റെ പുണ്യാളൻ. ഏത് പുണ്യാളൻ? അല്ല, നിനക്ക് ഏതൊക്കെ പുണ്യാളന്മാരറിയാം? അത് അന്തോണീസ് പുണ്യാളനാണോ? സൂക്ഷിച്ചു നോക്കടാ. ഗീവർഗീസ് പുണ്യാളനാണോ? അതേടാ. ജോക്കുട്ടാ, നീ ഇന്ന് കുമ്പസാരിക്കാൻ വരുമെന്ന് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചാണ്? അത് പിന്നെ പുണ്യാള, എന്റെ കോഴീനെ തിന്നപ്പോ ദേഷ്യം കയറി ചെയ്തതാ. എടാ, അത് എനിക്കെന്ന നേർച്ചക്കോഴിയല്ലേ, അതും പുള്ളി പള്ളിയിൽ നിന്ന് ലേലം വിളിച്ചു വാങ്ങിയത്. ഒരു മര്യാദയൊക്കെ വേണ്ടടേ. നീ ക്ലീറ്റസേട്ടന്റെ വണ്ടിയിൽ നിന്ന് വീഴ്ത്തി, അപ്പൻ്റെ നിന്ന് കാശ് കെട്ട്, ക്ലാസ് കട്ട് ചെയ്ത്, ഇതിനൊക്കെ ശിക്ഷയുണ്ട് ജോ. സിസ്റ്റർ പറഞ്ഞല്ലോ കുമ്പസാരിച്ച പാപങ്ങളൊക്കെ പോകുന്നു. വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റൂ. എന്നുവെച്ചാ നീ പോയി ക്ലീറ്റസേട്ടനോട് സോറി പറ. അയ്യോ, അയാളെന്നെ തല്ലും. തല്ലിട്ടാതിരിക്കാൻ ഒരു വഴിയുണ്ട്. നീ കുർബാന സ്വീകരിക്കുന്നവരുള്ള ഒരാഴ്ച എന്നെ പോലെ ജീവിക്കണം. എന്നാ ക്ലീറ്റസേട്ടൻ നിന്നെ തല്ലൂല. അപ്പൊ പുണ്യാളെ പോലെ ഞാനും ഡ്രാഗനെ കൊല്ലണോ? നിനക്ക് ഞാൻ ഡ്രാഗനെ കൊന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. നീ ആദ്യം എന്നെ കുറിച്ച് പഠിക്ക്. ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന്, എന്തൊക്കെ ചെയ്തു എന്നും അപ്പൊ നിനക്ക് മനസ്സിലാവും. പുണ്യാളൻ ആ ഡ്രാഗനെ കൊന്ന കുന്തം കാണിച്ചു തരുമോ പുണ്യാള? നീ എന്തുകൊണ്ടാണ് ഈ പറയണേ? നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലേ? നീ വീട്ടിൽ പോയെ? ആ. അങ്ങനെയുണ്ടല്ലോ. ഡയക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യൻ വിശ്വാസത്തെ ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും പറഞ്ഞത് സെന്റ് ജോർജ് പാടെ നിഷേധിച്ചു. മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും തന്റെ ദൈവത്തിനോടുള്ള വിശ്വാസത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് മരണം വരിക്കേണ്ടി വന്നു വിശുദ്ധന്. അപ്പൊ കിങ്ങിനോട് ഈശോപ്പേനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈശോപ്പേനോട് സോറി പറയുന്നെങ്കിൽ പുണ്യാളൻ രക്ഷപ്പെടില്ല എന്ന വെറുതെ എന്തിനാ പുണ്യാളൻ മരിച്ചേ? ഗീവർഗീസ് പുണ്യാളന്റെ തൊട്ടടുത്തിരുന്നു. എന്റെ തള്ളാടാ ഗീവർഗീസ് പുണ്യാളെ കണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ ആർമറൊക്കെ ഇട്ട് പുണ്യാളെ കണ്ട്. ആർമറ? സത്യമായിട്ടും. ശരിക്കും പാമ്പിനെ നീ കണ്ടാ? ഇല്ല. ഇത് മറ്റേ ലൂക്കുചേട്ടൻ. അമ്മച്ചി, ഈ ഗീവർഗീസ് പുണ്യാളെ കൊന്ന ഡ്രാഗൺ ഒറിജിനൽ ആയിട്ടുണ്ടോ? കഥയിൽ അങ്ങനെ തന്നെ അമ്മച്ചിയും കേട്ടിട്ടുള്ളത്. പക്ഷെ അമ്മച്ചിക്ക് തോന്നുന്നത് ഈ ഡ്രാഗൺ തന്നെയാണ് പിശാചെന്ന്. നമ്മളെ കൊണ്ട് മോശം കാര്യം ചെയ്യിപ്പിക്കുന്നതും നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മളെ ഉപദ്രവിക്കുന്നതും ഒക്കെ ഈ ഡ്രാഗൺ തന്നെയാണ്. വിശുദ്ധൻ്റെ ജീവിതത്തിലും ഡ്രാഗൺ വന്നപ്പോൾ വിശുദ്ധൻ തോറ്റോടിയില്ല, പകരം തിന്മയ്ക്ക് മേലെ നന്മ കൊണ്ട് വിജയിച്ചു. ജോക്കുട്ടൻ്റെ ജീവിതത്തിലും ഡ്രാഗൺ വന്നാൽ ജോക്കുട്ടൻ പുണ്യാളനെ പോലെ അതിനെ നേരിടുവോ അതോ തിരിഞ്ഞോടുവോ?